ഇന്നലെ പത്രസമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരുപാട് ക്ഷേമകാര്യങ്ങൾ അനൗൺസ് ചെയ്തു. DA കൊടുക്കുന്ന കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ അങ്കണവാടിക്കാർക്ക് 1000 രൂപ കൂട്ടി കൊടുക്കുന്നു. അത് 10 വർഷമാകാത്തവർക്ക് 500 രൂപയും 10 വർഷം കഴിഞ്ഞവർക്ക് 1000 രൂപയും. അതുപോലെ തന്നെ വർക്കർമാർക്ക് ഹെൽപ്പർമാർക്കുമുണ്ട്. പിന്നെ ആശാ വർക്കേഴ്സിന് 1000 രൂപ, പാചക തൊഴിലാളികൾക്ക് 1000 രൂപ, പിന്നെ അതുപോലെ വീട്ടമ്മമാർക്ക് ഒരു സ്ത്രീ സുരക്ഷ എന്ന നിലയിൽ 1000 രൂപ. അത് ഇതിനകത്ത് നോംസ് ഉണ്ട്, എന്നാൽ പോലും അതിനകത്ത് പറയുന്നു. പിന്നെ യുവാക്കൾക്ക് വേണ്ടിയിട്ടുള്ളൊരു തുക, പിന്നെ അതുപോലെ പെൻഷൻ തുക, അത് വലിയൊരു ഹൈക്കാണ് ഉണ്ടാക്കിയത്. 10-65 ലക്ഷം പേർക്ക് കിട്ടുന്നൊരു ഹൈക്കാണ്. 2600 എന്നുള്ളത് 2000 രൂപയാക്കി. അങ്ങനെ നിരവധി കാര്യങ്ങൾ ഇന്നലെ പിന്നെ ഗവൺമെൻറ് അനൗൺസ് ചെയ്തു. അതിൽ ഞങ്ങൾക്കുള്ള സന്തോഷം, സുഭാഷിതം ചാനലിലുള്ളൊരു സന്തോഷം, ഈ പറയുന്ന വിഭാഗങ്ങളുടെ എല്ലാം, അത് ആശാ വർക്കേഴ്സ് ആകട്ടെ, തുടർന്ന് അംഗനവാടി ആകട്ടെ, അതുപോലെ തന്നെ ബാലവാടിക്കാരാകട്ടെ, പാചക തൊഴിലാളികളുടെ ആകട്ടെ, വ്യത്യസ്ത വിഭാഗങ്ങളുടെ വിവിധങ്ങളായ പ്രശ്നങ്ങളും അവരുടെ സേവന വേതന വ്യവസ്ഥകളും കാലാനുസൃതമായി വർദ്ധിപ്പിക്കണമെന്ന് ഞങ്ങൾ നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു. പ്രത്യേകിച്ച് അംഗനവാടികളുടെ കാര്യങ്ങൾ ഞങ്ങൾ ധാരാളം വീഡിയോസ് ചെയ്തിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും 1 രൂപയെങ്കിലും കൂട്ടിയിട്ടുണ്ടെങ്കിൽ, സർക്കാർ കൂട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് അതിനകത്ത് സന്തോഷമുണ്ട്. ഞങ്ങൾ പറഞ്ഞത് കൊണ്ടൊന്നും അല്ല കൂട്ടിയത്. ഗവൺമെൻറ് എല്ലാവർക്കും കൂട്ടുന്നതിൻ്റെ ഭാഗമായി ഒരു നയപരമായ തീരുമാനമെടുത്തു. അപ്പോൾ സ്വാഭാവികമായിട്ട് അംഗനവാടിക്കാരും ഈ ഒരു സെക്ടറിൽ നിൽക്കുന്നവരാണ്. അവരുടെ പിന്നെ വേതനവും 1000 രൂപ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അതിന് പ്രത്യേകിച്ച് ഗവൺമെൻറ്റിനെ ഞങ്ങൾ അഭിനന്ദിക്കുകയാണ്. പക്ഷേ അപ്പോഴും ഒരു ചെറിയ പ്രശ്നമുള്ളത്, അംഗനവാടിക്കാരുടെ 50 വർഷമാകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു സേവന വേതന വ്യവസ്ഥ കിട്ടണം എന്നുള്ളതാണ് അവരുടെ പൊതുവായ ഒരു വികാരം. ആ വികാരം നമ്മൾ പങ്കുവയ്ക്കുന്നുണ്ട്. പലപ്പോഴായിട്ട് ഞങ്ങൾ വീഡിയോയിലും അല്ലാതെയും ഒക്കെ ഞങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. കാരണം അതൊരു പൊതുവികാരമാണ്. കാരണം ഈ കിട്ടുന്ന തുക നാമമാത്രമാണ്. ഇപ്പോൾ ഒരുപാട് വർക്ക് ലോഡും കൂടെ കൂടിയിരിക്കുന്ന സാഹചര്യത്തിൽ പഴയ ഒരു അംഗൻവാടി അല്ല. ഇപ്പോൾ ധാരാളം പ്രവർത്തനങ്ങൾ പോഷൻ ട്രാക്കർ വഴിയും പോഷൻ അഭയാൻ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പ്രോഗ്രാംസ് ഗർഭിണികൾക്കും കുട്ടികൾക്കും ഒരുപാട് പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്. അതെല്ലാം പ്രൊഫഷണലായി കമ്പ്യൂട്ടറൈസ് ചെയ്ത് പിന്നെ മൊബൈലിൽ അയച്ച് പിന്നെ മൊബൈൽ ആപ്പുകൾ വഴി കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്ത് കുറേ കൂടി വളരെ പ്രൊഫഷണലായിട്ടാണ് ഇപ്പോൾ അംഗനവാടികൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ജോലി തിരക്കും പ്രശ്നങ്ങളും ജോലിയുടെ വർധനവും ഉണ്ട് അംഗനവാടിക്കാർക്ക്. അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതിനകത്ത് കൂടുതൽ ഇനിയും സാമ്പത്തികമായി കൂടുതൽ മെച്ചപ്പെട്ട സേവന വേതന വ്യവസ്ഥ തന്നെയാണ് കൊണ്ടുവരേണ്ടത്. കിട്ടിയത് സന്തോഷം, കൂടുതൽ കിട്ടട്ടെ. പക്ഷേ അപ്പോഴും ഒരു ചെറിയ പ്രശ്നമുള്ളത് ഇതിനകത്ത് അംഗനവാടിക്കാരെ സംബന്ധിച്ചും ആശാ വർക്കേഴ്സിനെ സംബന്ധിച്ചും ഒരു ചെറിയ പ്രശ്നമുള്ളത്. ആശാ വർക്കേഴ്സിൻ്റെ പിന്നെ 1500 രൂപ കേന്ദ്ര ഗവൺമെൻറ് അവരുടെ സമരത്തിൻ്റെ ഭാഗമായി സുരേഷ് ഗോപി അവരൊക്കെ വന്ന് ഒരു സാമൂഹ്യ അന്തരീക്ഷമൊക്കെ ഉണ്ടാക്കി, ഒരു പൊതുബോധമൊക്കെ ഉണ്ടാക്കി 1500 അവർ കൂട്ടിക്കൊടുത്തു. അപ്പോൾ തത്വത്തിൽ അവർക്ക് 2500 രൂപ കിട്ടും. 1500 രൂപ കേന്ദ്രത്തിൻ്റെയും 1000 രൂപ കേരളത്തിൻ്റെയും കിട്ടും. ഇവിടെ ആ ഒരു പ്രശ്നമില്ല, വരുന്നില്ല. കാരണം 60% ഇവിടെയും 60% കേന്ദ്ര സർക്കാരാണ്, 40% സംസ്ഥാന സർക്കാരുള്ളൂ. അപ്പോൾ കേന്ദ്ര സർക്കാർ ഇതുവരെ ഇതിനകത്ത് ഒരു അനങ്ങാപ്പാറ നയമാണ് സ്വീകരിക്കുന്നത്. നാളിതുവരെ കാര്യം എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഗുജറാത്തിൽ 24,700 25,000 രൂപയ്ക്ക് അടുത്ത് അംഗനവാടി വർക്കർക്കും 21,000 രൂപയ്ക്ക് ഹെൽപ്പർക്കും കൊടുക്കണമെന്നുള്ള സുപ്രീം കോടതി വിധി ഉണ്ടായിട്ട് പോലും അത് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ മാറ്റാൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാവുന്നില്ല. അതുപോലെ ഗുജറാത്തിൽ ഗ്രാറ്റുവിറ്റി ഗുജറാത്തിലുള്ളവർക്ക് നിർബന്ധം കൊടുക്കണമെന്നും നിശ്ചിത മാസത്തിനകത്ത് നടപ്പിലാക്കണമെന്നും പറഞ്ഞപ്പോൾ അതിനെതിരെ കേന്ദ്ര പാർലമെൻറ്റിൻ്റെ ലോകസഭയിൽ വനിതാ ശിശുക്ഷേമ മന്ത്രി പറഞ്ഞത് അത് ഗുജറാത്തിന് വേണ്ടി മാത്രമുള്ളതാണ്, മറ്റ് സംസ്ഥാനങ്ങൾക്കുള്ളതല്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതൊക്കെ ഒരു തികഞ്ഞ രീതിയിൽ നോക്കുമ്പോൾ അതൊന്നും ശരിയല്ല. രാജ്യത്ത് കേരളത്തിൽ തന്നെ 66,000-ഓളം വരുന്ന 66,200 ഒക്കെ വരുന്ന അംഗനവാടി വർക്കർമാർ ഹെൽപ്പർമാരുണ്ട്. അതുപോലെ തന്നെ 22,000-ഓളം വരുന്ന പെൻഷൻകാരുണ്ട്. പെൻഷൻകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 2,500 രൂപ മാത്രമേ കിട്ടുന്നുള്ളൂ. കുറച്ച് പേരുടെ പെൻഷൻ കിട്ടുന്നില്ല. ക്ഷേമനിധി ബോർഡ് വളരെ ശക്തമായി അതിനുവേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. അവർ 23 അംശാദായം കൊടുത്തു, 24 കൊടുക്കാനുള്ള സജ്ജമായ തയ്യാറെടുപ്പിലാണ്. പിന്നെ പെൻഷൻ കട്ടായവരുടെ ഫയൽ വളരെ സജീവ പരിഗണനയിലാണ് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ. അപ്പോൾ അങ്ങനെ പോസിറ്റീവായ ഒരുപാട് കാര്യങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ട്. അപ്പോഴും പെൻഷൻ പറ്റിയവർക്കും കുറച്ചുകൂടി നല്ലൊരു പാക്കേജ് കിട്ടണം. അവരുടെ ആഗ്രഹവും ന്യായമാണ്, സ്വാഭാവികമായിട്ട് അവർക്കും കിട്ടണം. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതിലൊക്കെ ഒരു അനങ്ങാപ്പാറ നയം അല്ലെങ്കിൽ ഒരു തിരിഞ്ഞ് നടപ്പുണ്ട്. എല്ലാ പദ്ധതികളും താഴേക്കും തരും, എല്ലാ വർക്കുകളും അംഗനവാടിക്കാരെ കൊണ്ട് ചെയ്യിക്കും. പക്ഷേ എന്നിട്ട് ഈ പണത്തിൻ്റെ കാര്യം വരുമ്പോൾ ഒരു അശ്രദ്ധ ഉണ്ട് എന്നതുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവരെ കേരള സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഒരു സംയുക്ത പദ്ധതി എന്നുള്ള ഒരു നില മാറ്റി, ഇത് 60-40 എന്നുള്ള കഥയൊക്കെ മാറ്റി അല്ലാതെ ഫണ്ട് കൊടുക്കുന്ന ബഡ്ജറ്റ് പ്രൊവിഷനിൽ ഫണ്ട് കൊടുക്കുന്ന രീതിയിലേക്ക് ഇതിനെ മാറ്റിയെടുക്കുക എന്ന് പറയുന്ന ഒരു പണിയുണ്ട്. അങ്ങനെ ബഡ്ജറ്റ് പ്രൊവിഷനിലേക്ക് ഇത് മാറ്റിക്കൊണ്ട് വന്നുകൊണ്ട് കേരള സർക്കാരിനെ
ഈ കാര്യങ്ങളിൽ ശക്തമായി പിന്തുണയ്ക്കുവാൻ കേന്ദ്ര സർക്കാരിന് ബാധ്യതയുണ്ട്. കാരണം പുതിയ വിദ്യാഭ്യാസ നയം വരുന്നു, അതിനകത്തൊക്കെ അങ്കണവാടിക്കാരെ കാര്യങ്ങൾ പറയുന്നു, സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാക്കുന്ന കാര്യം പറയുന്നു. കൂടുതൽ റിലവൻസ് വരികയാണ്. അംഗനവാടികൾക്കൊക്കെ വലിയ റിലവൻസ് കൊണ്ടുവരുന്ന രീതിയിലൊക്കെയാണ് കേന്ദ്ര ഗവൺമെൻറ് പറയുന്നത്. പക്ഷേ അങ്ങനെ പറയുമ്പോൾ അതിന് പറഞ്ഞാൽ മാത്രം പോരല്ലോ. ചുമ്മാ ഇങ്ങനെ രേഖകളിൽ എഴുതി വെച്ചതുകൊണ്ടോ പറഞ്ഞതുകൊണ്ടോ ഒരു കാര്യമില്ല. അവരുടെ കാര്യങ്ങളിൽ കൃത്യമായി അംഗനവാടി കാര്യങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ് ഇനി മനസ്സ് തുറക്കേണ്ടതുണ്ട്. വളരെ കൃത്യമായി ഈ അവർക്ക് കൊടുക്കേണ്ട അലവൻസും ഓണററിയും എന്നുള്ള രണ്ട് കൺസെപ്റ്റാണല്ലോ ഉള്ളത്. കേന്ദ്രം തരുന്നത് അലവൻസും കേരളം കൊടുക്കുന്നത് ഓണററിയും. ഇതാണ് ഇതിൻ്റെ കൺസെപ്റ്റ്. അപ്പോൾ അതിൻ്റെ കേന്ദ്രത്തിൻ്റെ അലവൻസ് കൂട്ടേണ്ട സമയം കഴിഞ്ഞു. അത് വലിയ ഒരു 500 രൂപ 1000 രൂപ കൂട്ടിയാൽ പോരാ. ഇപ്പോൾ സംസ്ഥാന സർക്കാരുകൾക്ക് ഒരുപാട് പരിമിതിയുണ്ട്. കാരണം അവരുടെ സാമ്പത്തിക നിലയും ഒരുപാട് ഏജൻസികൾക്കും മറ്റ് സ്ഥാപനങ്ങൾക്കും മറ്റ് സംഘടനകൾക്കും ഒക്കെ കൊടുക്കേണ്ടത്, മറ്റാളുകൾക്കുള്ള കൊടുക്കേണ്ടത് ഒരു സമഗ്രമായ പാക്കേജ് കേരളത്തിന് വെക്കാൻ കഴിയുള്ളൂ. അതിൻ്റെ പരിമിതിയുണ്ട് കേരളത്തിന്. പക്ഷേ കേന്ദ്രത്തിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പരിമിതിയില്ല. തീർച്ചയായും ശക്തമായി കേന്ദ്രം ഇതിനകത്ത് ഇടപെട്ട അംഗനവാടിക്കാരുടെ സേവന വേതന വ്യവസ്ഥ ഇതിനിടയ്ക്ക് ഒരു കാര്യം കൂടി കിടപ്പുണ്ട്. അതും കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധിക്കേണ്ടതാണ്. ക്ലാസ് 3 ഓഫീസർമാരായി റാങ്കിലുള്ള ക്ലാസ് 3 ജീവനക്കാരുടെ റാങ്കിലുള്ള ടീച്ചർമാരുടെ തുക വർക്കർമാർക്കും ക്ലാസ് 4കാരുടെ തുക ഹെൽപ്പർമാർക്കും പരിഗണിക്കണം എന്നും രാജ്യത്ത് പല ഹൈക്കോടതി, ഗുജറാത്ത് ഉൾപ്പെടെയുള്ള ഹൈക്കോടതികളുടെ വിധിയുണ്ട്. സുപ്രീം കോടതിയിലും ഇതിനെ സംബന്ധിച്ച് നിരവധി കോട്ടിങ്സും കൊട്ടേഷനും ഒക്കെയാണ് വന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വന്ന സാഹചര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ശക്തമായ പിന്തുണ സ്റ്റേറ്റിന് കൊടുക്കുകയും ഈ അംഗനവാടിക്കാരുടെ കാര്യത്തിൽ ഒരു പ്രത്യേക പാക്കേജ് തന്നെ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാക്കുകയും വേണം. അതോടൊപ്പം സ്റ്റേറ്റ് ഗവൺമെൻറ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഞാൻ ഈ 1000 രൂപ കൂട്ടിയ കാര്യം പറഞ്ഞു. ഇനിയും നല്ല പാക്കേജുകൾ കേരള സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകണം. ചെയ്തത് വളരെ സന്തോഷം, ചെയ്യാനുള്ളത് വീണ്ടും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ തന്നെ പെൻഷൻകാരുടെ ഒരു പ്രശ്നവും കൂടി കിടപ്പുണ്ട്. അവരുടെ തുക നാമമാത്രമാണ് 2500 രൂപ. കുറേ കാലമായി അവർക്ക് അത് കൊടുക്കുന്നു. അതും കൂടി കൂട്ടുവാനുള്ള ചില ശ്രമങ്ങൾ ആവശ്യമാണ്. അപ്പോൾ ഇതൊരു വളരെ പോസിറ്റീവായി നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ചെയ്ത കാര്യങ്ങളൊക്കെ സന്തോഷമുള്ള കാര്യം. പക്ഷേ കൂടുതൽ ചെയ്യണം എന്നുള്ളിടത്താണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങളും ഒരുപാട് വീഡിയോസൊക്കെ ചെയ്തിരുന്നു. ആ വീഡിയോസിൻ്റെ ഫലമാണ് ഇതൊന്നും ഒരു അവകാശവാദം നമുക്കില്ല, അങ്ങനെ പറയേണ്ട കാര്യമില്ല. പക്ഷേ ഒരു സമൂഹത്തിൽ സർക്കാരുകളുടെ കാലാകാലങ്ങളിൽ സർക്കാരുകൾ ഭരിക്കുമ്പോൾ അവർ ഒരുപാട് പദ്ധതികൾ ഇങ്ങനെ കൊണ്ടുവരും. ആ പദ്ധതികളിൽ അവർ വിചാരിക്കുന്ന അതേ അർത്ഥത്തിൽ എല്ലാവർക്കും വിചാരിക്കുന്ന അതേ രൂപത്തിൽ കലാനുസൃതമായി മാറ്റങ്ങളും തുകകളും സേവന വേതന വ്യവസ്ഥയൊന്നും കൊടുക്കാൻ പല കാരണങ്ങളാൽ കഴിയില്ല. സാമ്പത്തിക കാര്യങ്ങളുണ്ട്, സാമൂഹ്യമായ കാര്യങ്ങളുണ്ട്, ഭരണപരമായ കാര്യങ്ങളുണ്ട്, നിയമത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ഒരാളിന് കൊടുത്താൽ അടുത്ത ആളിന് കൊടുക്കണം. ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. സർക്കാർ എന്ന് പറയുന്നത് എല്ലാം കൂടി ചേരുന്നതാണല്ലോ, അംഗനവാടി മാത്രമല്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാം കൂടി വരുന്നതാണ്. അതുപോലെ ആശാ വർക്കേഴ്സ് മാത്രമല്ല, അല്ലെങ്കിൽ കെട്ടിട നിർമ്മാണം, എല്ലാം കൂടി വരുന്നൊരു പിരമിഡാണ് സർക്കാർ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് സർക്കാരിന് അതിനകത്തായ പരിമിതികളുണ്ട്. പക്ഷേ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് തന്നെ പരമാവധി ഇവരെ സഹായിക്കേണ്ടതുണ്ട് നമുക്ക്. അപ്പോൾ ആ നിലയിൽ ഞങ്ങൾ ചെയ്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞു അങ്ങനെയല്ല. പക്ഷേ പത്രങ്ങളുടെയും മാധ്യമങ്ങളുടെയും ഡിജിറ്റൽ മീഡിയകളുടെയൊക്കെ ഒരു ധർമ്മം ഇതുപോലത്തെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുക. ആരെങ്കിലും അവസരമായിട്ടുണ്ടെങ്കിൽ, അത് സർക്കാരിൻ്റെ ഏതെങ്കിലും ഫയലുകൾ താമസമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും സർക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പറയുക എന്നുള്ളതാണ്. അപ്പോൾ അത് ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത്. അപ്പോൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതനുസരിച്ച് അതിനുശേഷമാണ് കാര്യങ്ങൾ സർക്കാർ ചെയ്ത ചിലപ്പോൾ നേരത്തെ തീരുമാനിച്ചതാണെങ്കിലും, അല്ലെങ്കിൽ മറ്റുള്ളവർ ഇപ്പോൾ CITU, INTUC പോലുള്ള സംഘടനകൾ നിരന്തരം സമരം ചെയ്യുകയാണ്. വേതന വർധനവിന് വേണ്ടിയിട്ടൊക്കെ CIT ഒക്കെ ഒരുപാട് സമരം ചെയ്തു. അംഗനവാടിക്കാരുടെ CIT തന്നെ, അംഗനവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സിൻ്റെ CIT യൂണിയനൊക്കെ വലിയ സമരം ചെയ്തു. അതുപോലെ തന്നെ INTUCക്കാർ ഇടയ്ക്ക് സെക്രട്ടേറിയറ്റ് നടയിൽ സമരമൊക്കെ നടത്തി. ഒരുപാട് പേര് അംഗനവാടിക്കാർ സമരം ചെയ്തു. പലരും കോടതി പോയിട്ടുണ്ട്. അതൊക്കെ തീർച്ചയായിട്ടും സർക്കാരിന് ചോദ്യനിക്കും. പ്രത്യേകിച്ച് ഭരണകക്ഷിക്കാർ സമരം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും സർക്കാർ ശ്രദ്ധിക്കും. അപ്പോൾ അത് വളരെ പ്രധാനമാണ്. എന്നാൽ അണ്ണാൻ കുഞ്ഞിനും തന്നാലായെന്ന് പറഞ്ഞ പോലെ ഞങ്ങളും ഈ വിഷയം പറഞ്ഞു എന്നുള്ളൊരു ചെറിയ ഒരു സന്തോഷമാണ് നമുക്കുള്ളത്. എന്തായാലും കേന്ദ്ര ഗവൺമെൻറ് വളരെ ശക്തമായി ഇതിനകത്ത് സംസ്ഥാനത്തെ സഹായിക്കണം. എങ്കിൽ മാത്രമേ ഇതിനൊരു വളരെ വലിയ കൃത്യമായ ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കിയെടുക്കാൻ ഇന്നത്തെ സാമൂഹ്യ വ്യവസ്ഥയിൽ കഴിയുകയുള്ളൂ, അല്ലെങ്കിൽ സാമ്പത്തിക സ്ഥിതിയിൽ കഴിയുകയുള്ളൂ എന്നുള്ളതൊരു സാമൂഹ്യ യാഥാർത്ഥ്യമാണ്, ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ്. അതിലേക്ക് കേന്ദ്ര ഗവൺമെൻറ് ഇനി മറഞ്ഞു നിന്നിട്ട് കാര്യമില്ല, മുന്നോട്ട് വരിക തന്നെ വേണം.